യുഎന്നിൽ പാകിസ്ഥാനെ കീറിമുറിച്ച് ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ വീണ്ടും കാശ്മീർ വിഷയം ഉയർത്താൻ ശ്രമിച്ച പാകിസ്ഥാനെ ലോകവേദിയിൽ ശക്തമായി തന്നെയാണ് ഇന്ത്യ നേരിട്ടത്. ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ പാകിസ്ഥാന് യാതൊരുവിധ ധാർമ്മിക അവകാശവും അവിടെ ഇല്ല എന്നും ഇന്ത്യ തുറന്നടിച്ചു. യുഎന്നിൽ നടന്ന സായുധ സംഘടനയിലെ സാധാരണക്കാരുടെ സംരക്ഷണം സംബന്ധിച്ചുകൊണ്ടുള്ള വാർഷിക തുറന്ന ചർച്ചയിലാണ് ഇന്ത്യയുടെ ശക്തമായ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സ്വന്തം ജനതയ്ക്ക് നേരെ ബോംബെറിയുകയും ചരിത്രത്തിലുടനീളം തന്നെ ആസൂത്രിതമായി തന്നെ വംശഹത്യകൾ നടത്തുകയും ചെയ്ത കറുത്ത ചരിത്രമാണ് പാകിസ്ഥാൻ ഉള്ളതെന്നും ലോകവേദിയിൽ വലിയ രീതിയിൽ ഇന്ത്യ തുറന്നു കാട്ടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥിരം സമിതി പ്രതിനിധി അംബാസിഡറാണ് പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സ്വന്തം ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കുന്നതിനായി തന്നെ അതിർത്തിക്കപ്പുറവും ഇപ്പുറവും ഭീകരവാദവും ആക്രമണവും പ്രോത്സാഹിപ്പിക്കുന്ന രാജ്യമാണ് പാകിസ്ഥാൻ എന്നും ഇന്ത്യ ആരോപണം ഉന്നയിച്ചു. ചരിത്രത്തിലുടനീളം തന്നെ സ്വന്തം ജനതയ്ക്കെതിരെ ബോംബ് ആക്രമണങ്ങളും ആസൂത്രിത കൂട്ടക്കൊലകളും നടന്ന ഒരു കറുത്ത ചരിത്രം പാകിസ്ഥാൻ ഉണ്ടായിരുന്നു എന്നതാണ് ഇവിടെ ഇന്ത്യ ആകട്ടെ ലോക സമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടിയിരിക്കുന്നത്. കാശ്മീർ വിഷയത്തെ അന്താരാഷ്ട്ര വേദികളിൽ ആവർത്തിച്ച് ഉയർത്താനുള്ള പാകിസ്ഥാന്റെ ശ്രമം ഇതോടുകൂടി തന്നെ ഇന്ത്യ ശക്തമായി എതിർക്കുകയും തള്ളിക്കളയുകയുമാണ് ചെയ്തിരിക്കുന്നത്. കാശ്മീർ ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണ് എന്നും ഭീകരവാദത്തെ രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ഇവിടെ യോഗ്യത ഇല്ല എന്നതാണ് ഇന്ത്യ നിലപാടെടുത്തിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഭീകരവാദത്തിനെതിരായ നിലപാട് കൂടുതൽ ശക്തമാക്കുന്ന സാഹചര്യത്തിലാണ് യുഎന്നിൽ ഇന്ത്യയുടെ ഈ ഒരു കടുത്ത പ്രതികരണം ശ്രദ്ധ നേടുന്നത്. ഇന്ത്യയുടെ പ്രതികരണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ പരാമർശങ്ങൾക്കെതിരെ നിരവധി രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചു എന്നതാണ് നയതന്ത്ര വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയിൽ കാശ്മീർ രാഷ്ട്രീയം കുത്തിപ്പൊക്കാൻ ശ്രമിച്ച പാകിസ്ഥാന്റെ മുഖമടച്ച മറുപടിയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരത്തിൽ ഭീകരവാദം അഴിച്ചുവിടുന്ന പാകിസ്ഥാന് ഭാരതത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാൻ യാതൊരുവിധ യോഗ്യത ഇല്ല എന്നും യുഎന്നിൽ ശക്തമായി തന്നെ ആഞ്ഞടിച്ചുകൊണ്ട് ഇന്ത്യ വ്യക്തമാക്കി. അതേപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അംബാസിഡറായ ഹരീഷ് പർവനേനിയാണ് മറുപടി നൽകിയിരിക്കുന്നത്. റംദാൻ മാസത്തിൽ അയൽ രാജ്യമായ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലുള്ള ഒമിഡ് എന്ന ആ ഒരു ഹോസ്പിറ്റലിന് നേരെ പാകിസ്ഥാൻ നടത്തിയ ക്രൂരമായ വ്യോമാക്രമണം ഭാരതം യുഎന്നിൽ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമസ്കാരം കഴിഞ്ഞുകൊണ്ട് രോഗികളാകട്ടെ പള്ളിയിൽ നിന്നും പുറത്തേക്ക് വരുന്ന ആ ഒരു ഇരുട്ടിന്റെ സമയം നോക്കിയാണ് അവിടുത്തെ പാകിസ്ഥാൻ സൈന്യം വലിയ രീതിയിൽ ക്രൂരമായ ആക്രമണം അഴിച്ചുവിട്ടത്. ഇതിന്റെ എല്ലാം കണക്കുകൾ എണ്ണി അവിടെ പ്രതികാരം തീർക്കുമെന്ന ഒരു രീതിയിലുള്ള ഒരു പ്രസ്താവന പോലെ അവിടെ നടത്തിയിരുന്നു. അതേപോലെ യുഎൻ മിഷന്റെ കണക്കുകൾ പ്രകാരം 269 നിരപരാധികളായ സാധാരണക്കാരുടെ ജീവൻ അന്ന് പാകിസ്ഥാൻ അവിടെ കവർന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. യാതൊരു സൈനിക പ്രാധാന്യവുമില്ലാത്ത ഒരു ആശുപത്രിക്ക് നേരെ തന്നെ ഇത്തരം ഒരു കപട ആക്രമണം നടത്തിയ പാകിസ്ഥാൻ അന്താരാഷ്ട്ര നിയമങ്ങളെക്കുറിച്ച് വാചാലരാകുന്നത് ശുദ്ധ കാപട്യമാണ് എന്നതാണ് ഇന്ത്യ ഇവിടെ പരിഹസിച്ചിരിക്കുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.